കൊച്ചി കോർപ്പറേഷനെ ഇനി VK മിനിമോൾ നയിക്കും. 76 അംഗ കൌൺസിലിൽ 49 വോട്ടുകൾ മിനിമോൾ നേടിയാണ് കൊച്ചിയുടെ മേയറായത്. കോൺഗ്രസ് വിമതൻ ബാസ്റ്റിൻ ബാബുവിന്റെ വോട്ടും മിനിമോൾക്ക് ലഭിച്ചു. കൊച്ചി മേയറായി അഡ്വക്കേറ്റ് VK മിനിമോളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. VK മിനിമോൾക്ക് കൗൺസിലിൽ UDF-നുള്ള ഭൂരിപക്ഷത്തെക്കാൾ ഒരു വോട്ട് അധികം കോൺഗ്രസ് വിമതനായി ജയിച്ച ഒരാളുടെ കൂടി വോട്ട് നേടാൻ സാധിച്ചു. അതുകൊണ്ട് 48 വോട്ടുകളാണ് VK മിനിമോൾക്ക് ലഭിക്കുകയും ചെയ്തത്. 2 മത്സരാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു. അത് ഇടത് മുന്നണിയിൽ നിന്ന് ജഗദംബികയും അതോടൊപ്പം തന്നെ NDAയിൽ നിന്ന് പ്രിയ പ്രശാന്തും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടേതായ വോട്ടുകൾ മാത്രമാണ് നേടാനായിട്ട് സാധിക്കുകയും ചെയ്തത്. ഏതായാലും ഒരു വോട്ടും അസാധുവായില്ല. വളരെ കൃത്യമായ രീതിയിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് നേരത്തെ വിചാരിച്ച പോലെ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടപ്പാക്കാൻ UDF-ന് കഴിഞ്ഞുവെന്ന് തന്നെയാണ്. ഇതൊരു ആദ്യ ടൈമിലേക്കാണ് VK മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2.5 വർഷം കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഷൈനി മാത്യു വീണ്ടും മേയറുടെ ഊഴത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് ദീപക് ജോയിയാണ് മത്സരരംഗത്തുള്ളത്. ഇതും 2.5 വർഷത്തിന് ശേഷം മറ്റ് ഡെപ്യൂട്ടി മേയറിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യും. ഏതായാലും കൃത്യമായ രീതിയിൽ UDF DCC ഏകോപനത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ നടന്നത്. നഗരത്തിന് വേണ്ടി സമഗ്രമായ വികസനത്തിന് വേണ്ടി തൻ്റെ മുഴുവൻ പ്രയത്നവും ഉണ്ടായിരിക്കുമെന്നും VK മിനിമോൾ മേയറായതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാർട്ടി നൽകിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. തീർച്ചയായും കൊച്ചിയിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDF-നെ അധികാരത്തിലേക്ക് ഏറ്റിരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് UDF ഒറ്റക്കെട്ടായി കൊച്ചിയുടെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി മേയറുടെ ഇലക്ഷനുകൾ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം പത്രക്കാർക്ക് ബ്രീഫിംഗ് നൽകുന്നതായിരിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും മേയർ സ്ഥാനം സംബന്ധിയായ കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മേയർ തെരഞ്ഞെടുപ്പിനെ അത്തരം അസ്വാരസ്യങ്ങളൊന്നും കാര്യമായിട്ട് ബാധിച്ചില്ല. എങ്കിലും ദീപ്തി മേരി വർഗീസ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് നിൽക്കാതെ മടങ്ങിയത് പലരും തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് നേരത്തെ മുൻകൂട്ടി തന്നെ അറിയിച്ചതാണ്. നേരത്തെ തനിക്ക് കൗൺസിൽ ഹാൾ വിട്ട് പോകേണ്ടതുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് DCC നേതൃത്വമടക്കം പറയുകയും ചെയ്തത്. അതേസമയം തന്നെ പ്രതിപക്ഷം ഒരു പരാതിയുമായി മുന്നോട്ട് വന്നു. പ്രതിപക്ഷം പറഞ്ഞത് കൃത്യമായൊരു കൗൺസിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ കൗൺസിൽ ഹാളിന് അകത്ത് നടന്നത്. മേയറെ അനുമോദിക്കുക, മറ്റ് പാർട്ടി നേതാക്കൾ അനുമോദിച്ചതിന് ശേഷം കൗൺസിലിൻ്റെ അനുമോദം ഏറ്റുവാങ്ങിയതിനു ശേഷമായിരിക്കും സാധാരണഗതിയിൽ മേയർ അതിന് നന്ദി പറഞ്ഞതിന് ശേഷമാണ് മേയർ ചുമതലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക എന്നതാണ്. പക്ഷേ ഇവിടേക്ക് എത്തിയ UDF നേതാക്കളുടെ സൗകര്യാർത്ഥം ചട്ടങ്ങൾ മുഴുവനായിട്ട് തന്നെ മാറ്റിയെന്ന ആരോപണവുമായിട്ടാണ് പ്രതിപക്ഷ കൗൺസിലർ VS ശ്രീജിത്ത് ആരോപണവുമായി രംഗത്ത് വന്നത്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കൗൺസിൽ നടപടികളുടെ ചട്ടം പാലിക്കാത്ത ഒരു സ്ഥിതി ഇന്നത്തെ കൗൺസിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെ 3ാമത്തെ കൗൺസിലാണ് അംഗമായിട്ടുള്ളത്. എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ശ്രീ KJ ബേസിൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം 4 കൗൺസിലിലെ ഭാഗമായി പ്രവർത്തിച്ചതാണ്. സാധാരണഗതിയിൽ മേയർ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, മറ്റ് കക്ഷി നേതാക്കളും മേയറെ അനുമോദിച്ചുകൊണ്ട് സംസാരിക്കും. അതിനുശേഷം മേയർ അനുമോദന പ്രസംഗത്തിനുള്ള നന്ദി പ്രകടനവും നടത്തുന്നതാണ് നാളിതുവരെയുള്ള ചട്ടം നഗരസഭയിൽ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മേയർ ഇന്ന് പുതിയ ചട്ടമാണ് കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കിയത്. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് UDF VK മിനിമോളെ കൊണ്ടുവരുമ്പോൾ തന്നെയും വലിയ ലക്ഷ്യങ്ങൾ UDF-ഉം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊച്ചിയുടെ സമഗ്ര വികസനം അടക്കമുള്ള കാര്യങ്ങളിലുള്ള സജീവമായ ഇടപെടലുകൾ UDF-ന്റെ ഭാഗത്തുണ്ടാകുമെന്നൊരു വാഗ്ദാനമാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ തന്നെയും മുഴുവൻ കൗൺസിലർമാരുടെയും കൗൺസിൽ അംഗങ്ങളുടെയും സഹകരണമടക്കം ഉറപ്പാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. മേയറെ ചൊല്ലിയുണ്ടായിരിക്കുന്ന അത്തരം തുടക്കത്തിലുണ്ടായിരിക്കുന്ന കല്ലുകടികളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് UDF ബാക്കി വയ്ക്കുന്നത്.